എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് മിക്സ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഈ പാക്കറ്റ് പൊളിച്ച് കാണിക്കാം. ഇതേപോലെയാണ് പൊളിക്കേണ്ടത്. ഇനി ഇതിലൊരു കവറുണ്ട്, വേറെ ഒരു ചെറിയ കവറുമുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമാണ് ഈ കവറിനുള്ളിലുള്ളത്. ഇതിലാണ് മൈദ മിക്സ് ഉള്ളത്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ മിക്സ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാ നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഇട്ടിട്ടാണ് ഉള്ളത്. കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെറുതെ മിക്സ് ചെയ്ത് മാത്രം മതി. ഇത് മിക്സാക്കുന്നതിന് മുമ്പേ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി വെള്ളം. അതിനുശേഷം നമ്മൾക്ക് ഓയിൽ ഒഴിക്കാനുണ്ട്. 4 മിനിറ്റ്. അങ്ങനെ ഈ മിക്സ് 4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓയിൽ കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇനി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു കുക്കർ 5 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ പാത്രം വെക്കുന്നത്. ഞാൻ കേക്ക് ബാറ്റർ ഒഴിക്കാനുള്ള പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ കേക്ക് ബാറ്റർ ഒഴിക്കുന്നത്. ഈ ബാറ്റർ ഇതുപോലെയാണ് വേണ്ടത്. അധികം ലൂസായി പോകരുത്. അങ്ങനെ ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 30 മുതൽ 40 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് മൂടി കൊടുക്കാം. ചെറിയ തീയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. കേക്ക് വേവുന്ന സമയം കൊണ്ട് നമുക്ക്
വിപ്പിംഗ് ക്രീം ആക്കിയെടുക്കാം. ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ഇട്ടിട്ടാണ് ആക്കിയത്, അതുകൊണ്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ബീറ്റാക്കണം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കണം. ഇത് തണുക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇനി ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. ഇനി ഇത് നമുക്ക് 2 പീസായി മുറിച്ചെടുക്കാം. ഇത് മെല്ലെ മുറിക്കണം നിങ്ങൾ. അങ്ങനെ ഈ കേക്ക് 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽ നമുക്ക് ക്രീം പുരട്ടണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച ക്രീമാണ്. ഇനി ആദ്യം തന്നെ ഈ ടേൺ ടേബിളിൽ കുറച്ച് ക്രീം ഇതേപോലെ പുരട്ടി കൊടുക്കണം. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇനി അതിന് ശേഷം ഒരു കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ സ്ഥലത്തും ആവണം ഷുഗർ സിറപ്പ്. ഈ തണുത്ത ഷുഗർ സിറപ്പാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യത്തെ പോലെ ക്രീം വെച്ച് കൊടുക്കാം. ഇത് നന്നായി കവറാക്കി കൊടുക്കണം.
അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിക്കാം. അങ്ങനെ കേക്ക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്